ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉരുളൻകിഴങ്ങ് ഗോതമ്പ് പൊടി മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കലാട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി നന്നായി ഉടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ തരി പോലും ഇല്ലാതെ നന്നായി പുഴുങ്ങി ഉടച്ചതാട്ടോ ഉരുളൻകിഴങ്ങ്. ഒരു 1/2 കിലോ ആണല്ലോ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് 250 ml ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തു കേട്ടോ. ഗോതമ്പ് പൊടി ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ് ചേർക്കുക. അതിലേക്ക് മുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു വലിയ മുളക് എടുത്തിട്ട് അത് അരിഞ്ഞത് ചേർത്തു, ഉപ്പ് ചേർത്തു, പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്തു, വെളുത്തുള്ളി കുറച്ച് ചേർത്തു, 5-6 അല്ലി, മുളക് ഒരു 1/2 ടീസ്പൂൺ ചേർത്തു, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തു, ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. ഇതെല്ലാം കൂടി മിക്സാക്കി നന്നായി കുഴച്ചെടുക്കട്ടെ. അപ്പോൾ കൈമ ഒരു ലേശം എണ്ണ ഇടയ്ക്ക് തൊട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ, കൈമലത്തെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേശ്ശെ എണ്ണ ഒന്നും കൂടെ എല്ലാവരുടെയും ചാറിയതിന് ശേഷം നന്നായി കുഴച്ചെടുക്കട്ടെ. അത് കൈമത്ത് ഒരു എണ്ണയൊക്കെ ആക്കി നന്നായി കുഴച്ച് ഉരുട്ടി നല്ലതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല മാവായി കിട്ടിയിട്ടുണ്ട്, എല്ലാതും കൂടി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് 2 ടീസ്പൂൺ എണ്ണ ചേർത്തിട്ട് അതിലേക്ക് സബോള ആദ്യം ഒരു 2 സബോള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് വാടാനിട്ട് കേട്ടോ. അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്തു, ഇഞ്ചി ഒരു കഷ്ണം ചതച്ച് ചേർത്ത് കൊടുത്തു, പിന്നെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്തു. അപ്പോൾ ഒരു കുറച്ച് നേരം ഇളക്കിയപ്പോൾ അത് വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. സബോളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ, ഉപ്പും ഇതൊക്കെ ചേർത്തപ്പോഴേ. അപ്പോൾ നമുക്ക് ഇനി അത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടി ചേർത്തു കേട്ടോ. എന്നിട്ട് നന്നായി മിക്സാക്കി ഇളക്കിയെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് ഇതിനെയൊക്കെ ഇറക്കി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇനി ആദ്യം നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, ആ മാവ് നമുക്ക് നന്നായി ഒന്ന് അതിൻ്റെ ഓരോ ഉരുളകളാക്കി കയ്യിൽ വലിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു പലക എടുത്തിട്ട് ആ പലകയാമ പരത്തണം. ആ പലയാമ പരത്താൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പലയാമ നമ്മൾ ഗോതമ്പ് പൊടി തന്നെ ഇട്ടിട്ട് പരത്തണം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം വലിയൊരു ഉരുളേക്ക് മാവ് എടുത്തതിന് ശേഷം പരത്തി കൊടുക്കുക നമുക്ക് കൈ കൊണ്ട് തന്നെ. നല്ല നൈസായി പോരും കേട്ടോ കൈ കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ കൈ മൊട്ടുണ്ടെങ്കിൽ ആ പൊടിയിലൊന്ന് തൊട്ടിട്ട് പരത്തിയാൽ മതി കേട്ടോ. കയ്യെ പൊടിയിൽ തന്നെ ഒന്ന് തൊട്ടിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ വേഗം പരത്താൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഓയിൽ കൈമ പരത്തി കൊടുത്തിട്ട് പരത്തിയാലും വേഗം പരത്താം. അപ്പോൾ അത് പരത്തി കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത് ഒരു ഉരുളെടുത്തിട്ട് ഇതുപോലെ തന്നെ പൊടി ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് പരത്തി എടുക്കാം കേട്ടോ. നന്നായി ഇങ്ങനെ നല്ലോണം പരത്തിയെടുക്കുക. അപ്പോൾ കൈ മുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പൊടി കൈമ ഇങ്ങനെ ആക്കുക, അല്ലെങ്കിൽ ഓയിൽ ചേർത്തിട്ട് ആക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വാട്ടി വെച്ചിട്ടുണ്ടല്ലേ, അത് ആദ്യം പരത്തി വെച്ച് കൊടുത്തുട്ടോ. പരത്തി വെച്ചിട്ട് പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ട പകുതിശ പൊളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കമത്തി വയ്ക്കുക കേട്ടോ. ആ മസാലയുടെ മുകളിൽ മുട്ടകൾ ഇങ്ങനെ പുഴുങ്ങി ഇത് കമത്തി വയ്ക്കുക പകുതി പൊളിച്ചിട്ട്. എന്നിട്ട് പൊളിച്ചിങ്ങനെ വെച്ചതിന് ശേഷം മുട്ട ഇങ്ങനെ എല്ലാം നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം പരത്തി വെച്ച ഫില്ലിങ് നമ്മൾ പരത്തി വെച്ചിട്ടില്ലേ, ഒരു ഉരുളൻകിഴങ്ങും ഗോതമ്പ് പൊടിയും കൂട്ടി പരത്തിയെടുത്ത മാവ് കൊണ്ട് പരത്തിയ അത് മുകളിൽ വെക്കുക കേട്ടോ. മുകളിൽ വെച്ച് അമർത്തിയതിന് ശേഷം ഇതുപോലെ ഓരോ മുട്ടകളുണ്ടല്ലോ, ഓരോ മുട്ടകളുടെ അരിജ് നോക്കി നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കുക കണ്ടോ. അപ്പോൾ നമ്മൾ ആകെ എത്ര മുട്ട വെച്ചിട്ടുള്ളത്, അവിടെ 3 എണ്ണം, നടുവിലൊരു 4 എണ്ണം, ഈ അരികിൽ ഒരു 3 എണ്ണം, അങ്ങനെ 10 എണ്ണം 10 പീസായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടകൾ. മുട്ടയുടെ പകുതി ഭാഗം പുഴുങ്ങിയിട്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ പീസുകൾ ഇങ്ങനെ ഓരോ മുട്ട കഷ്ണങ്ങൾ വെച്ചത് നമ്മളിങ്ങനെ ഫില്ലിങ്ങും വെച്ചിട്ടില്ല, അതിങ്ങനെ മുറിച്ചെടുക്കുക. 9 എണ്ണം ഉള്ളൂ കേട്ടോ, 10 എണ്ണം ഇല്ല, 9 പീസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, ഇപ്പോൾ 7 പീസായി, 8 9 പീസ് കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും. ഇനി ഇതിൽ നിന്ന് ഓരോ പീസുകൾ എടുത്തിട്ട് ഇതുപോലെ 4 പുറം ഷേപ്പാക്കിയിട്ട് ഞാനൊരു സ്ക്വയർ ആകൃതിയിലായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടോ. അങ്ങനെ 4 പുറം അതിങ്ങനെ യോജിപ്പിച്ച് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഫില്ലിംഗ് ഒന്നും കാണാത്ത തരത്തിൽ.
എന്നിട്ട് 4 പുറം യോജിപ്പിച്ചിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുക കേട്ടോ ഓരോന്ന്. അപ്പോൾ നമുക്ക് റൗണ്ടാക്കി എടുക്കണമെങ്കിൽ റൗണ്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ ഉന്നക്കായയുടെ ആകൃതിയിൽ നീളത്തിലാക്കണമെങ്കിലും ആക്കാം. നമുക്ക് ഏതാകൃതിയിലുള്ള ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സ്ക്വയർ ആകൃതിയിലാക്കിയിട്ട് അതുപോലെ എല്ലാതും ഇങ്ങനെ എടുക്കട്ടെ കേട്ടോ. കണ്ടോ? അപ്പോൾ ആ ഫില്ലിങ് നമ്മൾ എണ്ണയിലിടുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 4 പുറം ഇങ്ങനെ നല്ല ഭദ്രമാക്കി മാവ് യോജിപ്പിച്ച് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ആ മുട്ട പുഴുങ്ങിയതും മസാലയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ ഉരുളൻകിഴങ്ങല്ല മുകളിൽ ഉരുളൻകിഴങ്ങും ഗോതമ്പൊടിയും ഒക്കെ കൂടിയിട്ട് നല്ല എണ്ണയൊക്കെ ഇടുന്നു നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ട എല്ലാതും ഇങ്ങനെ എല്ലാതും ഇതുപോലെ അങ്ങനെ ചെയ്തെടുത്തിട്ടോ എല്ലാതും. ഇപ്പോൾ 9 ഉണ്ട്, 9 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക പതുക്കെ. അപ്പോൾ അതേ ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കൈമിക്ക് എണ്ണ തിറക്കാണ്ട് പതുക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ട അപ്പോൾ അത് അടിഭാഗം ഒരു വിധമായിട്ടുണ്ട്. പിന്നെ മറ്റേ ഭാഗം മറച്ച് പതുക്കെ കൊടുക്കട്ടെ നമുക്ക്. കണ്ട അധികം ഇപ്പോൾ ഒരു വിധം മീഡിയം ഫ്ലെയിമിൽ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫുള്ളിലിട്ട് കേട്ടോ. അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സാധാരണ മീഡിയത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ആ അടിഭാഗം കൂടി ഒന്നുകൂടി മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അടിഭാഗം കൂടി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. 2 ഭാഗം ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം ട്രിപ്പായിട്ട് ഒരു 3-4 എണ്ണം കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഇങ്ങനെ ഒതുക്കി ഇട്ടിട്ട് അവസാനിപ്പിക്കാം കേട്ടോ നമുക്ക്. അത് 5 എണ്ണം ഒരു ട്രിപ്പിന് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒരുവിധം വെന്തിട്ടുണ്ട്. 5 എണ്ണം കണ്ട വെന്തുണ്ട്. ആ മറക്കലും തിരിക്കലൊക്കെ കഴിഞ്ഞു. വെന്തുണ്ടാക്കുക എണ്ണയിൽ നിന്ന് എടുത്ത് നമുക്ക് മാറ്റാം കേട്ടോ. കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ സ്നാക്സ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിക്കാൻ. അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ. കണ്ട ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയല്ലേ നോക്കി, ഉള്ളിൽ മുട്ടയും മസാലയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടെ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടെ. എല്ലാവർക്കും ബൈ.